ഹായ് ഹലോ വെൽക്കം ടു തെറ്റായ കല്യാണം കൂടിയ അപാരത വ്ളോഗ്. അപ്പം ഞാനൊരു കല്യാണം കൂടാൻ വന്നിരുന്നു. ഇത് കുറേ ദിവസം ചുന്ദരിയല്ലേ നിങ്ങളുടെ ഗോഡസ്, ഇത് കുറേ ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. എനിക്ക് ഇപ്പോഴാണ് വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ കിട്ടിയത്. ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണത്തിന് അല്ലായിരുന്നു ഞങ്ങൾ വരേണ്ടതിരുന്നത്. അപ്പം അതിന് പകരം നൈസായിട്ട് ഇതിൽ പോയിരുന്നു. നിങ്ങൾ ബാലരാമപുരം അങ്ങനെ നടന്നൊരു സംഭവമാണ്. പക്ഷേ ഇതേ ഓഡിറ്റോറിയം രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ അപ്പുറത്തായിരുന്നു സംഭവം. അപ്പോൾ കുറേ നേരം ഇവിടെ ഇരുന്നു, കല്യാണം എൻജോയ് ചെയ്തൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ ആയിരുന്നു. പിന്നെ കാണുന്നവരടുത്തും വരുന്നിടത്തൊക്കെ ചോദിച്ചു ഈ പുള്ളിയാണോ, കാരണം നമ്മൾ അവരെ അധികം ഫാമിലി ഗെറ്റ് ടുഗെദർ കണ്ടിട്ടില്ല. അങ്ങനെ ഈ കല്യാണം കണ്ട് തീർന്നു കഴിഞ്ഞാണ് നമുക്ക് അക്കടി മനസ്സിലായ പണി പാളി, ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ കല്യാണം ഇവിടെ കൂടി, മറ്റിടത്ത് കല്യാണം കഴിഞ്ഞു. നമ്മളിവിടെ ഇരുന്ന് ഈ മണ്ടത്തരം നോക്കിക്കൊണ്ടിരുന്ന സമയം തീറ്റയായപ്പോൾ അപ്പുറത്തോട്ട് പോയി. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേരറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഒരു മാസത്തിന് മുന്നേ നടന്ന സംഭവം. ഇതെൻ്റെ ഫോണിൽ തന്നെ കിടന്നു മെമ്മറിയിൽ. ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഏതോ ഒരു പെണ്ണ് സ്വാഗതവും വെൽക്കം മറ്റായി ഇവൻറ്റുകാരുടെ ഇതുവഴി വരുന്നു. പിന്നെ ഒടുക്കം ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞു തെറ്റേക്കല്ലേ, അത് കുഴപ്പമില്ല, അവർക്കൊരാളെയും കൂടെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് വലിയ കോമഡി ആയിരുന്നു ഒരു വിവാഹം. എന്തായാലും വിവാഹം കാണാനുള്ളതൊക്കെ ഇതിനകത്തുണ്ട്. ഡ്രോൺ ഈ സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ പെൺകുട്ടി മണ്ഡപത്തിൽ കയറി. വലിയ വെൽക്കം ഡാൻസ് ഒന്നും ഇല്ല, കാരണം ബാലരാമപുരം ഗ്രാമപ്രദേശമൊക്കെ അതൊക്കെ എന്തോ ആൺവീട്ടുകാരെന്തോ കുറവ് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുന്നതാണ്. പിന്നെ ചിലവരത് ചെയ്യും, ചിലവർ ചെയ്യില്ല. അങ്ങനെ പെൺകുട്ടി കയറി ആ ചടങ്ങാര്യം കംപ്ലീറ്റ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ ഡ്രോൺ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഡ്രോൺ കവറേജ് ഒക്കെ ഉള്ള മാരേജ് ആയിരുന്നു. സോ അങ്ങനെ ചില കാര്യങ്ങൾ, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിലൂടെ കാണാൻ പറ്റും. അങ്ങനെ പെൺകുട്ടി കയറി. വലിയ കോമഡി ആയിരുന്നു ആ സംഭവം. അത് വലിയ മനസ്സിലാവും. അടുത്ത ചുറ്റൽ ചടങ്ങാണ്. പെൺകുട്ടി മറ്റേ താലപ്പൊലിയൊക്കെ വെച്ച് ചുറ്റും ബന്ധുക്കാരുമായ ആ സാധനമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ തെറ്റായ ഒരു കല്യാണത്തിന് പോയിരുന്നു പോസ്റ്റ് ആയതില്ല. പക്ഷെ അതും ഒരു മെമ്മറി ആയിട്ടിരിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു വ്ളോഗായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്നാണ്, ഇതാ പോകുന്നു പെൺകുട്ടി. പക്ഷെ ഇച്ചിരി ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കല്യാണമായിരുന്നു. ലൈക്ക് താലി കെട്ടിയതിന് ശേഷം ചെറുക്കൻ പെൺകുട്ടിക്കൊരു കിസ്സൊക്കെ അടിച്ച്, അതൊക്കെ ഇതിൽ ക്യാപ്ചറായി. അത് ഞാൻ ഈ ടി വിയിലാണ് ക്യാപ്ചർ ചെയ്തെടുത്ത്. ഇവരുടെ തന്നെ ടി വി ഇപ്പുറത്തെ സൈഡിലുണ്ട്. കാരണം ഞങ്ങൾ ഇത് കയറി ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ഓഡിയോ ഫുള്ളായിരുന്നു. ഒരു സൈഡിലാണ് കിട്ടിയതിരിക്കാൻ. അപ്പോൾ അതിൽ നിന്ന് ക്യാപ്ചർ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാണാം. സോ ഇനിയുള്ള രംഗങ്ങൾ അറിയാമല്ലോ. ഭയങ്കര നാടകീയ രംഗങ്ങൾ. അനുഗ്രഹം മേടിക്കുന്നു ഉള്ള അമ്മാവൻ മാമിമാരെല്ലാവരുടെ അടുത്ത് നിന്ന്. So actually I am taking you all to a traditional marriage vlog where I went, see the drone is coming, the drone വരുന്നുണ്ട് മേളത്തതിക്ക്, where I actually went to attend a marriage which was not supposed to be attended by me, in the sense the auditorium had two branches, one below and above. Actually we sat in the above branch, but the original marriage was in the other branch below. So after few hours of marriage, we realized we are in the wrong thing, because it was a distant relative's marriage and we don't often see that relative. So that was a big comedy, but you can enjoy the celebrations of this marriage where drone coverage. Then it was like a, with huge money they have done this, that's sure. But the next half of this vlog will be a poor marriage vlog like thing, because actually the distant relatives ഫുഡിങ്, ദെയർ ബഡ്ജറ്റ് വാസ് ലെസ് ദാൻ വെയർ വി സാറ്റ്. അപ്പോൾ ഇവരെ കാട്ടി കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് മറ്റേ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം വരെ കാണൂല. ഒരു ചെറിയൊരു രീതിയിലുള്ള ഫുഡിങ് ആയിരിക്കും അവസാനം കാണുക. അങ്ങനെ പെൺകുട്ടി ഇരുന്നു. ഇനി ഇത് താലികെട്ടും കാര്യങ്ങളും ആരം മാറൽ ഇതൊക്കെ ആയിരിക്കും. സോ ദ ഗേൾ സാറ്റ്. നൗ ഇറ്റ് വിൽ ബി ദ വെഡ്ഡിങ് നോട്ട് ടൈങ് moments and all.
അങ്ങനെ ചെക്കൻ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷങ്ങളെത്തി. ആസ് യൂഷ്വൽ ബാക്കിന്ന് പെങ്ങൾ മുടിയൊക്കെ മാറ്റി ഹെൽപ്പ് ചെയ്യും. ഇനി അങ്ങോട്ട് കുറച്ച് നടത്താം. ഇനിയാണ് കിസ്സിങ് മൊമെൻ്റ്. ദേ അടിച്ച് ചെക്കൻ പണി പറ്റിച്ച് സ്റ്റേജിൽ വെച്ച്. അത് ആക്ച്വലി വേറെ പലരുടെയും ട്രെൻഡിങ് റീൽസൊക്കെ കണ്ടിട്ട് ചെയ്തതാവും ഒരു ഷോ ഓഫിന് വേണ്ടി. എന്തായാലും അത് ക്യാപ്ചേർഡായി. പിന്നെ എന്തോന്നാണ് ഇനി ഇവർ തമ്മിൽ ചുറ്റും ഇത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നതുണ്ട്. പക്ഷെ അവിടെ കംപ്ലീറ്റ് പോകേണ്ടി വന്നില്ല, കാരണം വി വർ ഇൻ എ റോങ് മാരേജ്, റൈറ്റ്? ബട്ട് മാരേജസ് ആർ മാരേജ്. സോ വി എൻജോയ്ഡ് ദ മാരേജ് ദോ ഇറ്റ് വാസ് എ കോമഡി. അപ്പോൾ മാരേജൊക്കെ എൻജോയ് ചെയ്തു, കോമഡി ആയിരുന്നേലും. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുഡിങ് അപ്പുറത്തെ ഓഡിറ്റോറിയത്തിലാണ്, ഇത് കഴിച്ചില്ല. അങ്ങനെ പെൺകുട്ടി ആരം ചാർത്തി, തിരിച്ച് ചെക്കൻ ആരം ഇട്ട് കൊടുത്തു. ദ സോ കോൾ ട്രഡീഷണൽ സ്റ്റഫ്സ് ഓഫ് കേരള. പിന്നെ എന്തൊക്കെയോ കുറേ ഓർണമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഓൾ ദോസ് ഫ്ലവറി മാറ്റേഴ്സ്. അങ്ങനെ നമ്മുടെ തെറ്റായ മാരേജ് വ്ളോഗ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത അവകാശപ്പെട്ട കല്യാണത്തിന് പോയിരുന്നു. ഞം 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 ഫുഡ് അടിക്കട്ടെ. കമോൺ. അടുത്ത ഗോഡസിൻ്റെ പണി ശരിയായിട്ടുള്ള അടുത്ത കല്യാണ മണ്ഡപത്തിൽ പോവുക, ഫുഡ് അടിക്കുക. വരൂ. ആക്ച്വലി ഇവിടെ പാട്ടുണ്ട്. ഇതാണ് മറ്റേ ഓഡിറ്റോറിയൻ്റെ ബാക്കിലുള്ള കുഞ്ഞ് കല്യാണത്തിന് നമ്മൾ ഡിസ്റ്റൻസ് ശരിക്കുള്ളത്. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാക്സിമം അത് കോപ്പിറൈറ്റ് അടിക്കുന്നൊന്ന് എടുത്ത് കളഞ്ഞ്. നാദസ്വരം ഞാൻ ഇച്ചിരി വെച്ച് കോപ്പിറൈറ്റ് അടിക്കുമോ എന്തോന്ന് വെച്ചിട്ട് നേരത്തെ ഫുള്ള് നാദസ്വരമായിരുന്നു. നോക്കാം. അങ്ങനെ നമ്മുടെ ഒറിജിനൽ കല്യാണത്തിൻ്റെ സെറ്റിംഗ് ഞാൻ നേരത്തെ കാണിച്ചു. അവിടെയാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. വാഴയില വന്നു. ഇനി ഓരോന്നിട്ട് വിളമ്പുന്നേ ഉള്ളൂ ചേട്ടന്മാർ. അത് കാണിച്ചു തരാം. Next is our marriage sadhya session, where in green banana leaf they will serve some traditional cuisines of Kerala. So you all can see one by one. It will be like what chips, then sharkara variety. It's another thing special of Kerala. Then inji, puli inji. So many dishes will come. I think this vlog will be useful to those who are from non-Kerala to explore what things we are having as a basis, as a part of our marriage celebration. ഈ വ്ളോഗ് ശരിക്കും ഉപയോഗമാവുക കേരളീയർസ് അല്ലാത്തവർക്കാണ്. കാരണം അവർക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും. അവരെ ഞാനൊരു സദ്യയിലേക്ക് കൊണ്ടുപോയതുപോലെയാണ്. ഉപ്പേരി, പിന്നെ എന്താണ് പുളിയിഞ്ചി, നാരങ്ങ, അങ്ങനെ കുറേ സദ്യ ഡിഷസ് അവർക്ക് കാണാൻ പറ്റും. സോ ഐ തിങ്ക് ഐ എം ടേക്കിംഗ് ഓൾ non-Keralite subscribers to explore and experience the Sadhya feeling through my vlog, isn't it? Please do comment what you feel about my vlogs and the Sadhya. അങ്ങനെ വേറെ മാങ്ങ പിക്കിള്, പിന്നെ കുറേ കറികൾ വരും. കാണുക.
So as you all can see now, the leaf became very colorful, like with different colors of curries. So that's the specialty of Kerala Sadhya, the traditional Sadhya, as you all can see. അപ്പോൾ ഇപ്പോൾ ഇല മൊത്തം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കറീസായി. സോ അതാണ് നമ്മുടെ കേരള സദ്യയുടെ പ്രത്യേകത. കറിയൊക്കെ കഴിഞ്ഞു, ഇനി ചോറ് വന്നു. ദ ബ്രൗൺ റൈസ് ഓഫ് കേരള. നെക്സ്റ്റ് കെയിം പപ്പടം വന്നു. Papad is known as papadam in Malayalam. But then the curry will come, the photo of that leaf. Then I started eating. ആദ്യം പരിപ്പ്, ദാൽ with cheese and papad. I am eating. Tasty and yummy. നല്ല ടേസ്റ്റാണ്. പിന്നെ സാമ്പാർ വന്നു. Sambar is coming. Before that, rice then yummy and tasty sambar. സാമ്പാർ പിന്നെ അടുത്ത പായസം. പായസത്തിൽ പഴമൊക്കെ അത് ഫീലാണ്. കേരളീയതൊരു വികാരം തന്നെയാണല്ലേ സദ്യ എന്ന് പറയുന്നത്. ആൻഡ് ഐ എം വെരി ബ്ലെസ്ഡ് ദാറ്റ് ഐ എം കേരള ദാറ്റ് ഐ ക്യാൻ എക്സ്പ്ലോർ ഓൾ ദീസ് തിങ്സ് ഓപ്പൺ. അടിക്കടി നമുക്ക് കല്യാണത്തിൽ കൂടാൻ പോവാം. അങ്ങനെ കഴിഞ്ഞു, പായസ തീറ്റ കഴിഞ്ഞു. ഇനി അടുത്ത സംഭവങ്ങൾ കാണിക്കുന്നു. അടുത്ത പായസം വന്നു, അതും തിന്നു. പായസമൊക്കെ പിന്നെ മത്തടിച്ച് തിന്നത് ഇക്കാണ് സത്യം പറഞ്ഞത്, കഴിച്ചവനറിയാം. അതുകൊണ്ട് അടുത്ത് ബൂന്തിയും പിന്നെ നമ്മുടെ സേമിയ പായസവും. ഐ എൻജോയ്ഡ് സദ്യ. നിങ്ങൾക്കും ഇത് കഴിച്ചൊരു ഫീൽ തന്നെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി വേറെ കുറേ കറികൾ വരും, നോക്കിയോ. അടുത്ത സെറ്റ് ചോറ് വന്നു, പിന്നെ പുളിശ്ശേരി, അതും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. രസം ഞാൻ ഗ്ലാസ്സിൽ മേടിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, കുടിക്കുന്ന എടുത്തില്ല. അങ്ങനെ നമ്മുടെ തെറ്റായ കല്യാണ വീഡിയോ ഭാരത വ്ളോഗ് ഇവിടെ തീരുന്നു. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗ്ലാം കോഡ് സിന്ധുജി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റെ വ്ളോഗ് ഇത്ര നേരം കണ്ടതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. ബൈ. ലവ് യു ഓൾ.